പുള്ളിക്കാരുടെ ഉദരവുമായി ബന്ധപ്പെട്ട ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു പറയാൻ പറയുന്നു. എന്തെങ്കിലും തകരാറുണ്ടോ? ഉണ്ടോ? കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വേദനയല്ല, ഒരു ഫിസ്റ്റ് പോലുള്ളത് മാറുമെന്ന് പരിശുദ്ധാത്മാ പറയാൻ പറയുന്നു. ഒരു ഫിസ്റ്റ് പോലെ ഉദരത്തിൽ കിടക്കുന്ന സംഭവം യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. അതൊരു ഫിനാൻസിന്റെ മേഖല തുറക്കാതെ കിടക്കുന്നത് ദൈവം ഇന്ന് തുറക്കും. വസ്തുവിന്റെ മേൽ കിടക്കുന്ന സകല ശാപത്തെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. രണ്ടുപേര് റെഡ് ഷർട്ട് ഇപ്പുറത്തേക്കുന്ന ആള് ബാ. അവിടെ എനിക്ക് തോന്നുന്നു സിസ്റ്റർ ആദ്യമായിട്ടാണ് തോന്നുന്നു വരുന്നില്ലേ? അതെ, പ്രാർത്ഥിച്ചു രണ്ടുപേരും. ബ്രദറെ, പാസ്പോർട്ട് കയ്യിലുണ്ടോ? കയ്യിലെടുത്തിട്ടുണ്ട്? കയ്യിലുണ്ട്. ഉണ്ടോ? ഇങ്ങോട്ടോ. അയ്യോ, ഉണ്ടോ? കുഞ്ഞിന്റെ. നിങ്ങളുടെ? ഇത് നിങ്ങളുടെയാ? ഇത് ജെയ്സി അല്ലേ? യെസ് പാസ്റ്റർ എന്നാ പറഞ്ഞേ. ജെയ്സി എങ്ങോട്ടാ പോണ്ട? സൗദി വല്ലോ ആണോ? ഞാനിപ്പോ സൗദിയിലാ ജോലി ചെയ്യുന്നത്. സൗദിയിലകത്ത് ജോലി ചെയ്യുന്നേ? ഓ, സൗദി അറേബ്യ കാണിച്ചെന്നെ. ഏതൊക്കെ രാജ്യത്തിന്റെ? സൗദിയാണോ? പോയിട്ട് വന്നോ? ഇപ്പൊ സൗദിയിലാണ് നിലവിൽ. നിങ്ങളെവിടാ? നാട്ടിലെ. ഇതാരുടെയാ? എൻ്റെ കുഞ്ഞിൻ്റെ ഉണ്ട്. സൗദിക്ക് പോകാൻ വേണ്ടി സ്റ്റാമ്പ് ചെയ്തതാ. പോയില്ല? പോവാൻ 29-ാം തീയതി പോയി മാസം. ഞാൻ ഇതിനെ സീലടിച്ചായിരുന്നു. പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ പോകാനായിട്ട്. എൻ്റെ ഒരു കാര്യം, ഞാൻ എന്നെ കൊണ്ട് ഞാനത് തോറ്റു. അല്ല, ഞാൻ ജയിച്ചു. മേബിൾ പക്ഷെ എന്തോ ഒരു പ്രശ്നത്തിൽ കിടന്ന് കുരുങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ വിസിറ്റ് വിസയില പോകുന്നേ. ഇതിന് സീലിന്റെ ആവശ്യമില്ല. ഇതിനൊരു സീല് വേണം, പക്ഷെ ഇപ്പോഴല്ല. ഒരു 2 വർഷത്തോടെ കഴിയുമ്പോൾ ഒരു സീൽ അടിക്കും. ഇപ്പം ഇതിന്റെ മേൽ സീൽ ചെയ്യാൻ അടിക്കത്തില്ല. കാരണം നീ ഇവിടുന്ന് പോയി അവിടെ ചെന്ന് നിനക്കൊരു ജോലി കിട്ടും. ദൈവം അതിൻ്റെ അകത്തൊരു അത്ഭുതം ചെയ്യും. ഈ പുള്ളിക്കാരുടെ ഉദരവുമായി ബന്ധപ്പെട്ട ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു പറയാൻ പറയുന്നു. എന്തെങ്കിലും തകരാറുണ്ടോ? വേദനയുണ്ട്. ഉണ്ടോ? കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വേദനയല്ല, ഒരു ഫിസ്റ്റ് പോലുള്ളത് മാറുമെന്ന് പരിശുദ്ധാത്മാ പറയാൻ പറയുന്നു. ഒരു ഫിസ്റ്റ് പോലെ ഉദരത്തിൽ കിടക്കുന്ന സംഭവം യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. ഇത് സീലിന്റെ ആവശ്യമില്ല. ഇത് ഓൾറെഡി സീൽഡ് ആണ്. സീല് പോകാത്തവർക്ക് വേണ്ടിയുള്ളതാ, പോകുന്നവർക്ക് വേണ്ടിയുള്ളത് അല്ല. പോകാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരെ ഇപ്പൊ സീലടിച്ച് തന്നിരിക്കും. പോകുന്നവർക്ക് മാത്രം
സീലിന്റെ ആവശ്യമില്ല, അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരു വിടുതൽ, ഒരു കുഞ്ഞുണ്ടോ? ഒരാള് ഉണ്ട്. ഒരു ആൺകുഞ്ഞാണോ? ആൺകുഞ്ഞല്ലേ? ഒരു ആൺകുഞ്ഞിനെ കണ്ട് ഞാൻ ചെറു ദൂരെ നിന്നാ വരുന്നേ. കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി കോട്ടയം അല്ല, ഇവിടെ ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴി. അടിമാലി. അടിമാലിയാണോ കഞ്ഞിക്കുഴി? ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ കോട്ടയം കഞ്ഞിക്കുഴി വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ ഞാൻ വന്നിട്ടില്ല. നമ്മൾ പോയിട്ടുണ്ടോ ജിനിച്ച? കഞ്ഞിക്കുഴി, ഇടുക്കി കഞ്ഞിക്കുഴി? ഇല്ല. സാറിന് ഞങ്ങൾ കറങ്ങാൻ വരുന്ന ആളുകളാ, പക്ഷെ അത് കണ്ടിട്ടില്ല. മൂന്നാർ സൈഡൊക്കെ. മൂന്നാറാണോ? അടുത്തന്നെ. മഴ കഴിയട്ടെ. മൂന്നാറെങ്കിൽ മൂന്നാർ. മോനെ, പതറണ്ട, ശകല പോലും പതറണ്ട. ദൈവം നിനക്ക് വേണ്ടി മറുപടിയെ തരും. നീ ഇപ്പൊ താമസിക്കുന്നിടത്തു നിന്ന് ദൈവം നിന്നെ മാറ്റും. പുതിയൊരു സ്ഥലത്ത് ദൈവം നിന്നെ ഉറപ്പിക്കും. ഇത് നിന്നെ ഉറപ്പിക്കുന്ന സീസണായിരുന്നു. ഞാൻ ഈ നിങ്ങളുടെ വീടാണോ? 2 വീടാ ഞാൻ കാണുന്നത്. 2 വീട് കാണുന്നുണ്ട്. ഒരു വീടേ ഉള്ളൂ. ഒരു വീടേ ഉള്ളൂ. പക്ഷെ ഒന്ന് കേട്ട പൊക്കത്തിരിക്കുന്ന ഒരു വീട്. അത് ഞങ്ങൾ താമസിക്കുന്ന വീട്. നിങ്ങൾ താമസിക്കുന്ന വീടാണ്. ഒരു പൊക്കത്തിരിക്കുന്ന, പിന്നെ ഒരു നിരപ്പിലിരിക്കുന്ന ഒരു വീട്. അത് ഉള്ള സ്ഥലത്താ. ആരുടെ? നിങ്ങളുടെ നിരപ്പിലിരിക്കുന്ന ഒരു വീടാണോ? അതെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരാടെ ഇങ്ങനെ പൊക്കത്തൊരു കയറ്റം കയറി ഇങ്ങനെ പോയി, നടന്നു കയറി ഒരു ഏടിക്ക് മേളിൽ ഇരിക്കുന്ന ഒരു വീട്. അവിടെ നിരപ്പാക്കി വെച്ച വീട്. പഴയ വീട് മാറി. ഞാൻ പറയാം. ഒരു വാർത്ത വീടാ. അതെ. മുമ്പ് പക്ഷെ അതൊരു ഓടിട്ട വീടായിരുന്നു. അതെ അതെ, ശരിയാണ്. ആണ്. നിങ്ങൾ പണിതാ? അതെ. അതിനകത്തൊരു മിറക്കിൾ നടക്കാൻ പോവാം. അതിൻ്റെ അകത്തൊരു മിറക്കിൾ നടക്കും. അതൊരു ഫിനാൻസിന്റെ മേഖല തുറക്കാതെ കിടക്കുന്നത് ദൈവം ഇന്ന് തുറക്കും. വസ്തുവിന്റെ മേൽ കിടക്കുന്ന സകല ശാപത്തെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. മോനെ, കർത്താവിന്റെ കരം നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ധൈര്യത്തോടെ പോവുക. എന്നാ പോന്നേ? 29 കാണും ഒരു ദിവസം കേട്ടോ. നിങ്ങൾ, എനിക്കതറിയാം, ഞാൻ അതുകൊണ്ടാണ് സീലടിക്കാതെ വിട്ടത്. നിങ്ങൾ ഉടനെ ഇങ്ങ് ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യണ്ട, നിങ്ങൾ ഉടനെ ഇങ്ങ് UK ട്രൈ ചെയ്യണ്ട, നിങ്ങൾ ഉടനെ ഇങ്ങ് കാനഡയ്ക്ക് ട്രൈ ചെയ്യണ്ട. അടുത്ത 1 വർഷം കഴിയാതെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൈവെക്കാൻ നിൽക്കരുത്. കൈവച്ചാൽ നിങ്ങൾ പാളിപ്പോകും. ജസ്റ്റ് വെയിറ്റ്. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഈ പറയുന്നതിനെ ഹൃദയത്തിൽ കൂറിയിട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒരു വർഷം കഴിയുമ്പോൾ ദൈവം ഒരു വാതിൽ തുറക്കും. അതും ഇതുപോലൊരു രാജ്യത്തിന്റെ വാതിലായിരിക്കും. അന്ന് ദൈവം അത് ചെയ്യും. ഇപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഈ ഡ്രൈവിങ്ങുമായിട്ട് വല്ല ബന്ധമുള്ള ആളാണോ? ഉള്ളൂ. അതുപോലൊരു സംഭവത്തിൻ്റെ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടൊരു ജോലി നിങ്ങൾക്ക് വരും. അവിടെ സെറ്റാകും. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യത്തോടെ പൊക്കോ. ഓക്കെ, പോയിരുന്നാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും.
ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.